Hello dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ശരിയാണോ നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 മുതലാണ് വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി കോഴ്സുകൾ ഈ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ വിഷയങ്ങളിലുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഒരുക്കിയിട്ടുണ്ട്. മലയാളം എഴുതാനും കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. ഇംഗ്ലീഷ് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും. ഹിന്ദിയും അതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടാവും. അവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സിന്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ അവധിക്കാലത്ത് കിഡ്സ് ഏരിയ ഓൺലൈൻ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ കുട്ടികൾക്കായിട്ട് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ഇപ്പോഴും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബേസിക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് മാത്സ് ബേസിക് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ LKG, UKG ക്ലാസ്സുകൾ നെക്സ്റ്റ് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെ LKG, UKG പഠിപ്പിക്കാം. അതുപോലെ STD 1 മുതൽ STD 5 വരെയുള്ള കുട്ടികൾക്ക് ജൂൺ 1 മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 1 മുതൽ ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. എല്ലാ ക്ലാസ്സുകളും വരുന്നത് സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. നിങ്ങൾ ആബ്സെന്റ് ആവുന്ന ദിവസങ്ങളിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ചെയ്യുവാനുള്ളത്, നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. 2ാം ക്ലാസ്സിൽ ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ലിസൺ, ഡ്രോ ആൻഡ് കളർ. ടീച്ചർ പറയുന്നത് കേൾക്കുക. കേട്ട ശേഷം എന്ത് ചെയ്യുക? അത് കേട്ടിവിടെ കളർ ചെയ്യുക, വരയ്ക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. ഇതാ ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ട്രീ ഉണ്ട്, നെസ്റ്റ് ഉണ്ട്, എഗ് ഉണ്ട്, കണ്ടല്ലോ. ഇപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഡ്രോയിങ് സം ലീവ്സ്. ഇതിൽ കുറച്ച് ഇലകൾ വരയ്ക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡ്രോയിങ് സം ലീവ്സ്, ഇലകൾ വരയ്ക്കാം. അടുത്ത് പറയുന്നത് ഡ്രോയിങ് 2 eggs, 2 മുട്ടകൾ ഇതിൽ വരയ്ക്കുക. ഈ നെസ്റ്റിൽ 2 മുട്ടകൾ വരയ്ക്കുക. ഡ്രോയിങ് 2 eggs. മൂന്നാമത് വരയ്ക്കേണ്ടത് ഡ്രോയിങ് എ ബേർഡ് നിയർ ദ ഗേൾ. ഡ്രോയിങ് എ ബേർഡ് നിയർ ദ ഗേൾ, പെൺകുട്ടിയുടെ അടുത്ത് ഒരു കിളിയെ വരയ്ക്കുക, പക്ഷിയെ വരയ്ക്കുക. നാലാമതായിട്ട് ഡ്രോയിങ് സം മാംഗോസ് അണ്ടർ ദ ട്രീ. മരത്തിന് ചുവട്ടില് കുറച്ച് മാങ്ങകൾ വീണ് കിടക്കുന്നതായിട്ട് കുറച്ച് മാങ്ങകൾ വരയ്ക്കാം. അഞ്ചാമത് കളറിംഗ് ദ പിക്ചർ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഈ പിക്ചറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്നാമത് ലീവ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത് 2 eggs വരയ്ക്കുക, 2 മുട്ടകൾ വരയ്ക്കുക. മൂന്നാമത് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഒരു ബേർഡ്, ഒരു കിളിയെ വരയ്ക്കുക. നാലാമത് കുറച്ച് മാങ്ങകൾ താഴെ വീണ് കിടക്കുന്നതായിട്ട് വരയ്ക്കുക. അഞ്ചാമത് ഈ പിക്ചറിനെ നല്ലതുപോലെ കളർ ചെയ്യുക. ഇതായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി. സെക്കൻഡ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസർ എഴുതുക എന്നുള്ളതാണ്. വിശാൽ ആൻഡ് വീണ were good friends. Vishal lived near a forest. He had many pets. One day, Veena visited his house. She saw his pet dog, Pingu. Pingu was a black dog with a short tail. Veena saw a white kitten playing with a ball. Vishal gave her that kitten as a gift. Veena liked the kitten very much. വിശാലും വീണയും ഗുഡ് ഫ്രണ്ട്സ് ആണ്. വിശാൽ ഫോറസ്റ്റിന്റെ അടുത്താണ് താമസിക്കുന്നത്. വിശാലിന് നിറയെ പെറ്റ്സ് ഉണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്. ഒരു ദിവസം വീണ വിശാലിന്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടുത്തെ എന്ത് ചെയ്തു? ഒരു പെറ്റ് ഡോഗിനെ കണ്ടു. പിങ്കു എന്ന പെറ്റ് ഡോഗിനെ കണ്ടു. അതൊരു ബ്ലാക്ക് ഡോഗ് ആയിരുന്നു. ഷോർട്ട്, ചെറിയ വാലുള്ള ഒരു ബ്ലാക്ക് ഡോഗ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു വെള്ള പൂച്ചയെ കണ്ടു. വൈറ്റ് കിറ്റൻ ബോൾ കളിക്കുന്നത് കണ്ടു. വിശാൽ എന്ത് ചെയ്തു? അവൾക്ക് ആ വെള്ള പൂച്ചയെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. വീണ ആ പൂച്ചയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റോറി. വിശാൽ ആൻഡ് വീണ വേർ. വിശാലും വീണയും എന്തായിരുന്നു? ആരായിരുന്നു? ഗുഡ് ഫ്രണ്ട്സ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഗുഡ് ഫ്രണ്ട്സ് ആണ്
ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത് എന്താണ്? Where did Vishal live? Near a river, near a forest, near a school. വിശാൽ താമസിച്ചിരുന്നത് ഫോറസ്റ്റിന്റെ അടുത്താണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഹു വിസിറ്റഡ് വിശാൽസ് ഹൗസ്? വിശാലിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്തത് ആരാ? വീണ. ആരാണ്? വീണയാണ്. വിശാലിന്റെ ഫ്രണ്ട് വീണയാണ് വിസിറ്റ് ചെയ്തത്. നാലാമത്തെ ചോദ്യം, നെയിം വിശാൽസ് പെറ്റ് ഡോഗ്. വിശാലിന്റെ വളർത്ത് ഡോഗ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? പിങ്കു. എന്തായിരുന്നു പേര്? പിങ്കു എന്നായിരുന്നു പേര്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്, ദ കളർ ഓഫ് ദ കിറ്റൻ വാസ്. പൂച്ചക്കുട്ടിയുടെ നിറം എന്തായിരുന്നു? വൈറ്റ്, വെള്ള നിറമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസുമായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം, ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇത് ഏത് റൂമാണ്? ദിസ് ഈസ് എ ബെഡ്റൂം. ഫസ്റ്റ് എഴുതാനുള്ളത് ഏത് റൂമാണ്? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ഏത് റൂമാണ്? ബെഡ്റൂം. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇതെന്താ? ക്ലോക്ക്. ക്ലോക്ക് എവിടെയാണ്? ചുവരിന് മുകളിൽ. അപ്പൊ എന്താ എഴുതണ്ടേ? ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. അതുപോലെ എന്താ എഴുതാം? ദ ബോൾ ഈസ് അണ്ടർ ദ ടേബിൾ. ദ ടെഡി ബിയർസ് ഓൺ ദ ബെഡ്. അങ്ങനെ ഇവിടെ കാണുന്ന കാര്യങ്ങൾ എഴുതുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഈ പിക്ചറിൽ എന്ത് കാണുന്നു അത് നിങ്ങൾ നിങ്ങളുടെ സെന്റൻസ് ആക്കി എഴുതുക എന്നുള്ളതാണ്. അണ്ടർ, ഓൺ, ഇൻ, അതൊക്കെ നിയർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാം. നാലാമത്തേത് ക്രോസ് വേർഡ് പസിൽ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്യാം. ഐ ഹാവ് ലോങ് ഇയേഴ്സ്, ഐ ലൈക്ക് ക്യാരറ്റ്സ്. ആർക്കാണ് ക്യാരറ്റ് ഇഷ്ടം? റാബിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ റാബിറ്റ് ആണ്, ഇവിടെ ഫില്ല് ചെയ്യാം. റാബിറ്റ്. ഐ എം എ ബേർഡ്, ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രിയാണ് കാഴ്ചയുള്ള ഒരു പക്ഷിയാണ് ഞാൻ. ആരാ? ഔൾ. ഐ ഹാവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ്, ഐ ക്യാൻ ബ്രേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർക്കാണുള്ളത്? സീബ്ര. ഐ ഹാവ് സ്ട്രോങ് ബീക്ക്, ഐ ക്യാൻ ഫ്ലൈ ഹൈ. ഞാൻ ഉയരത്തിൽ പറക്കുന്ന, എനിക്ക് നല്ല മൂർച്ചയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചുണ്ടുണ്ട്. എനിക്ക് ആർക്കാ? ഈഗിൾ. ഐ ക്യാൻ ക്ലൈംബ് ഓൺ ട്രീസ്, ഐ ലൈക്ക് ഹണി. ഞാൻ മരത്തിന് മുകളിൽ കയറും, എനിക്ക് ഹണി ഇഷ്ടമാണ്. ആരാണ്? ബെയർ. അപ്പോൾ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. ഒന്നാമത് ക്യാരറ്റ് ഇഷ്ടമുള്ളത് ആർക്കാണ്? റാബിറ്റ്. ക്യാരറ്റ് ഇഷ്ടമുള്ളത് ആർക്കാണ്? RABBIT, റാബിറ്റ്. രണ്ടാമത് നൈറ്റ് കാഴ്ചയുള്ളത് ആർക്കാണ്? രാത്രി കാഴ്ചയുള്ളത്? ഔൾ, OWL. മൂന്നാമത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് ഉണ്ടായിരുന്ന ആർക്കാണ്? സീബ്ര, ZEBRA, സീബ്ര. ഇത് എക്രോസ് കഴിഞ്ഞു. ഇനി അടുത്ത് ഡൗൺ, താഴേക്ക്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? സ്ട്രോങ് ബീക്ക് ഉണ്ട്, ഉയരത്തിൽ പറക്കും, ഫ്ലൈ ഹൈ. ആരാണ്? ഈഗിൾ, EAGLE. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എനിക്ക് ഹണി ഇഷ്ടമാണ്, ഞാൻ ട്രീസിലൊക്കെ കയറും, ക്ലൈംബ് ദ ട്രീസ്. ആരാണ്? ബെയർ, BEAR, ബെയർ. ഇപ്പൊ ഈ ആക്ടിവിറ്റി എല്ലാവരും ചെയ്തില്ലേ? ഈസി ആയിരുന്നു, ചെയ്തോ? യെസ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. After her first flight, Rowley flew down and landed on a rock. There she saw a mouse. Complete the conversation between Rowley and the mouse. നമ്മുടെ റൗളിയുടെ ആദ്യത്തെ പറക്കലിന് ശേഷം റൗളി ഒരു പാറപ്പുറത്ത് വന്നിരുന്നു. അപ്പോൾ അവിടെ ആരെ കണ്ടു? ഒരു മൗസിനെ കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ എഴുതുക. Who are you? റൗളി എന്ത് പറയും? I am Rowley. അടുത്ത് അവർ തമ്മിൽ എങ്ങനെയാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ലാസ്റ്റ് ആക്ടിവിറ്റി. എക്സാം ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.